ഒരു അങ്കണവാടി കുട്ടി ദുബായിൽ പോയി ഫാമിലി ആയിട്ട്. ദുബായിൽ ഇരുന്നുകൊണ്ട് കുട്ടി ഒരു റീല് ചെയ്തു. ശരിക്കും റീലാണ് ചെയ്തത്. എന്താണ് റീല്? ആൻറ്റി അങ്കണവാടി ബിരിയാണി തരോ? ബിരിയാണി എന്നാണ് പറഞ്ഞത്, ബിരിയാണി എന്നല്ല, ബിരിയാണി തരോ. ആൻറ്റിയുടെ ഒരു ഗുണം എന്താണെന്നറിയാവോ? ആൻറ്റി റീൽസ് റാണിയാണ്. എവിടെ കിട്ടിയാലും റീൽസാണ് ആൻറ്റിക്ക്. ചെരുപ്പ് റീൽസാണ്, ബാഗ് റീൽസാണ്. പിന്നെ വിമാനത്താവളത്തിൽ പോയി അവർ അറിഞ്ഞുകൂടാത്ത ഓഫീസർ, ഇവർ മന്ത്രി ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ അറിയത്തില്ലല്ലോ, മന്ത്രിയാണ്, കൂടെ പോലീസുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭർത്താവുമായിരുന്നു. അവർ ചോദിച്ചു ആരാണ് എന്താ ബാഗ് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്തിനാണ് ബാഗ് പരിശോധിക്കുന്നത്? അവർ തർക്കമായി, ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞു. പിന്നെ ഉടക്കായി. അവസാനം കസ്റ്റംസ് ഓഫീസർമാർ പറഞ്ഞു ബാഗ് ഇഞ്ഞ് പിടിച്ചു വെച്ചു. പിന്നെ പോയി ഓഫീസിൽ കൊടുത്തു വിട്ടേക്കണമെന്ന് പറഞ്ഞു. അവർ കൊടുത്തു വിട്ടില്ല. പിന്നെ തിരിച്ചു പോയി വാങ്ങിച്ചു. അങ്ങനെ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ ട്രോളുകളാണ്, അതൊക്കെ വ്യക്തിപരമായ സ്വകാര്യ കാര്യങ്ങൾ. എന്തായാലും ചാനലുകൾ വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മളെ റീൽസ് ഇട്ട് കളിക്കുന്ന മന്ത്രി, റീൽസിന് കപ്പിത്താനാണ്, ക്യാപ്റ്റനാണെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെ ഇങ്ങനെ അടിച്ച് പൊക്കി ചെത്തക്കൊമ്പി കയറ്റിയിട്ട് കാല് വലിച്ചളഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത് ഈ താഴ്ഭാഗം വലിച്ചളഞ്ഞു. കാരണം അദ്ദേഹം ടപോനെ വന്ന് വീണ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ പറഞ്ഞ് അടിച്ച് പൊക്കിയ മന്ത്രി ഈ ബിരിയാണി കേട്ടറിനെ തന്നെ എങ്കിൽ പിന്നെ അതിലൊരു റീൽസിൻ്റെ സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചാടി വീണു. അങ്ങനെ ഒരിടത്ത് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചു. മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ, ഞാൻ ആധികാരികമായി ഡേറ്റ വെച്ചാണ് സംസാരിക്കുന്നത് സുഭാഷിതൻ ചാനലിൽ, നിങ്ങളുടെ വീട്ടിൽ പത്തനംതിട്ട ജില്ലയിലെ 2-3 അങ്കണവാടികൾ നിങ്ങളുടെ വീട്ടിൽ വന്നു. അവരാരും എനിക്ക് പരിചയമില്ല, അവരാരും എന്നോട് പറഞ്ഞിട്ടുമില്ല. അവരവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് കുറേ സുഹൃത്തുക്കൾ കൈമാറിയാണ് എനിക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. എനിക്ക് വിവരം കിട്ടിയത് കൊല്ലത്തു നിന്നുള്ളവരിൽ നിന്നാണ്. എന്താണ് വിവരം എന്നറിയാവോ? പെൻഷൻ പറ്റുന്നതിനിടയിൽ 2016 ഒരു നിയമം, ആക്ട്, ക്ഷേമനിധി ബോർഡിൻ്റെ ഒരു ആക്ടിൽ 2016 കിടന്നൊരു കുഴപ്പമുള്ളതുകൊണ്ട് കുറച്ച് പേർക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഈ 6 മാസത്തെ ലീവിൻ്റെ പ്രശ്നത്തിൽ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്കും കൂടി അത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് നിയമം ഞങ്ങളോട് CDPOമാർ പറയാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത്. ഞങ്ങൾ സാധാരണ സ്ത്രീകളാണ്, SLC വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വീണ ജോർജിനോട് ചെന്ന് പറഞ്ഞപ്പോൾ വീണ ജോർജ് പറഞ്ഞു, നിങ്ങൾ നിയമം അറിഞ്ഞുകൂടെങ്കിൽ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്? പൊക്കോണം വീട്ടിൽ നിന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആട്ടിപ്പായിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കായിരിക്കും, നിങ്ങൾ ഇറക്കി വിട്ടിട്ടുണ്ട്. കൊല്ലത്തുള്ള വളരെ പ്രമുഖനായ ഒരു MLA, ഇരവിപുരം MLA നൗഷാദിൻ്റെ വീട്ടിലും ഇതുപോലെ കൊല്ലത്തുള്ള ചില സ്ത്രീകൾ വന്ന് പരാതി പറഞ്ഞു. അവരോടും പറഞ്ഞു, നിയമം അറിഞ്ഞുകൂടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആശാ വർക്കേഴ്സായിട്ട് പോകുന്നത്, അങ്കണവാടി വർക്കേഴ്സായിട്ട് പോകുന്നത്? അതവിടെ നിൽക്കട്ടെ, സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു. 5 രൂപ കുട്ടികൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ ബിരിയാണി കൊടുക്കാനാണ് പറയുന്നത്. ഒരു കാരണവശാലും ദയവായി നിങ്ങൾ ബിരിയാണി കൊടുക്കരുത്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ വരുന്നത്. അവർക്ക് എളുപ്പം ദഹിക്കുന്ന ഫുഡ് പ്ലേറ്റാണ് കൊടുക്കേണ്ടത്. എന്തെന്നാൽ വയസ്സായി വരുമ്പോൾ ഈ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ 40 വയസ്സ് കഴിയുന്ന നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം ഷുഗർ, BP, കൊളസ്ട്രോൾ ഒക്കെ വരുന്നപ്പോൾ ഷുഗർ വരാതിരിക്കാൻ, കൂടുതലിരിക്കാൻ വേണ്ടി ഫുഡ് പ്ലേറ്റാണ് പറയുന്നത്. ഈ ഫുഡ് പ്ലേറ്റിൽ വരുന്നത് മുട്ട പോലുള്ള വസ്തുക്കൾ, അതായത് പിന്നെ ഫാറ്റിന് ആവശ്യമുള്ള വസ്തുക്കൾ കൊടുക്കാം, മിനറൽസിന് ആവശ്യമുള്ള, ബോഡിക്ക് ആവശ്യമുള്ള മിനറൽസ്, ഫാറ്റ്, വൈറ്റമിൻ, പിന്നെ ഇങ്ങനെ തുടങ്ങിയ 3-4 ഐറ്റം എന്തൊക്കെ ആവശ്യമുണ്ട്, 4 ഐറ്റം ആവശ്യമുണ്ട്. ഈ 4 ഐറ്റത്തിനും ആവശ്യമുള്ള ഇലക്കറികൾ, അത്യാവശ്യം കുറച്ച് പിന്നെ ഫാറ്റ് വരാനുള്ള വസ്തുക്കൾ, മിനറൽസ് കിട്ടാനുള്ള വസ്തുക്കൾ, വൈറ്റമിൻ കിട്ടാനുള്ള വസ്തുക്കൾ, ഫൈബർ ഫുഡ്, നന്നായി വെള്ളം കുടിക്കൽ, ഇങ്ങനെയുള്ള കൃത്യമായ ഒരു ഫുഡ് മെനു ആണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. നിങ്ങളിപ്പോൾ അരി മാറ്റി, പഴയ റേഷൻ അരി മാറ്റി വേറെ ബിരിയാണി അരി ആക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ 5 രൂപ കൊടുത്തുകൊണ്ട് ഈ പണി നടക്കില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതിനേക്കാളൊക്കെ പ്രധാനം, എൻ്റെ പ്രിയപ്പെട്ട വീണ ജോർജ് മന്ത്രി, 300ഓളം പേരാണ് അടുപ്പിൽ തീ എരിയാതെ 62 വയസ്സ് കഴിഞ്ഞ് കേരളത്തിൽ കണ്ണുനീരിൽ കഴിയുന്നത്. അവരുടെ ശാപവും കൂടി കിട്ടാതിരിക്കട്ടെ. 62 പേർക്ക് പെൻഷൻ, 300 പേർക്ക് 62 വയസ്സ് കഴിഞ്ഞിട്ട് അവരുടേതല്ലാത്ത കുറ്റത്തിൽ പെൻഷൻ കിട്ടുന്നില്ല. ആ ഫയൽ കിടക്കുന്നത് ധനകാര്യ വകുപ്പിലാണ്. താങ്കളുടെ സഹപ്രവർത്തനാണ് ധനകാര്യ വകുപ്പ് മന്ത്രി. ക്യാബിനറ്റിലേക്ക് പോകുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ആ ഫയലൊന്ന് ചോദിച്ച് ധനകാര്യ വകുപ്പിൽ നിന്നും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ നിങ്ങളുടെ വകുപ്പിലാണെങ്കിൽ കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ വകുപ്പിലാണെങ്കിൽ അങ്ങനെ, ധനകാര്യ വകുപ്പിലാണെങ്കിൽ അങ്ങനെ, അതൊന്ന് ക്ലിയർ ചെയ്യൂ. ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ 2022 മുതൽ ഗ്രാറ്റുവിറ്റി കൊടുക്കാനുള്ള ഉത്തരവ് വന്നു. സുപ്രീം കോടതി 3 മാസത്തിനകത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. കോർട്ട് ലക്ഷ്യമാകാതിരിക്കാനെങ്കിലും
അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കൂ. അങ്ങനെ അവർക്ക് കൊടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് പണം തരേണ്ടതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് എഴുതി സമ്മർദ്ദപ്പെടുത്തി ആ പണവും വാങ്ങൂ. അതുപോലെ തന്നെ പെൻഷൻ പറ്റുന്നവർക്ക് ഒരു 5 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. ഇപ്പോൾ 1-1.5 ലക്ഷം രൂപ അവരടയ്ക്കുന്ന പൈസയാണ് അവർക്ക് കിട്ടുന്നത്. അതുപോലും 2022 ശേഷം കൊടുത്തിട്ടില്ല. ഒരാൾ പെൻഷൻ പറ്റി 2022 62 വയസ്സിൽ പെൻഷൻ പറ്റിയ അമ്മയ്ക്ക്, സഹോദരിക്ക് ഇപ്പോൾ 65 വയസ്സാകും. 3 വർഷം കഴിഞ്ഞു. 65 വയസ്സാകുമ്പോഴും താൻ 40 വർഷം പിറകിലോട്ട്, 30 വർഷം 40 വർഷം പിറകിലോട്ട് ജോലി ചെയ്തിട്ട് ഒരു നേരത്തെ ആഹാരം വാങ്ങാൻ, ഒരു ഗുളിക വാങ്ങാൻ, ഒരു ഷുഗറിൻ്റെ ഗുളിക വാങ്ങാൻ, BP-യുടെ ഒരു ഗുളിക വാങ്ങാൻ, താൻ ജോലി ചെയ്ത ശമ്പളത്തിൻ്റെ പെൻഷനിൽ നിന്ന്, താൻ അങ്ങോട്ടടച്ച പൈസയിൽ നിന്ന് അങ്ങോട്ടടച്ചത് കിട്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ അത് ചെയ്യാൻ അമ്മമാർ കഴിയാതെ എത്ര പേരാണ് മരിച്ചു പോയത്. നിന്നിട്ട് നിങ്ങൾക്ക് ഉളുപ്പില്ലാതെ വന്ന് റീൽസ് ചെയ്യുന്നു. റിയൽ ലൈഫ് നിങ്ങൾ കാണണം. നിങ്ങളുടെ മന്ത്രി, അതുപോലെ ഹരിത നായർ എന്ന് പറയുന്ന, ഹരിത എസ് നായരോ അങ്ങനെ ഒരു മേഡമാണ്, ഹരിത നായരാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ആ പേരെന്ന് തോന്നുന്നു. ഹരിത എന്ന് പറയുന്ന ഒരു IAS കാര്യമുണ്ട്. നിങ്ങൾ വനിതയാണ്, വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഡയറക്ടർ. നിങ്ങൾ അംഗനവാടികളുടെ ദുഃഖമറിയാൻ നിങ്ങൾ അംഗനവാടികളിലേക്ക് പോകണം. അത് റീൽസ് ഇടുന്ന സ്ഥലത്തേക്കല്ല പോകേണ്ടത്, എത്രയോ നന്നായി നടക്കുന്ന സ്ഥലത്തേക്കല്ല, കുഴപ്പം പിടിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ പോയി ഇത് പഠിക്കണം. അവരുടെ ഗ്രീവിയൻസ് വളരെ വലുതാണ്. ആ ഗ്രീവിയൻസ് ശമ്പളമില്ല, പെൻഷനില്ല, ശമ്പള വർധനവില്ല, ഇനി ഓണം അലവൻസ് ഇല്ല പെൻഷൻകാർക്ക്. ഞാനിതെല്ലാം പല വീഡിയോ ചെയ്താണ്. ഒന്നിച്ച് ചെയ്യുന്നത് മന്ത്രിക്ക് ഇതായി കിട്ടണം. അതുകൊണ്ട് ഓണം അലവൻസ് ഇല്ല 2022 മുതൽ. അങ്ങനെ എല്ലാ തരത്തിലും പുഴുക്കളെപ്പോലെ അവർ റേഷനരി ഒക്കെ കൊടുക്കുന്ന റേഷനരിയിൽ ധാരാളം പുഴുക്കളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ റേഷനരി ആക്ഷേപിക്കുന്നതല്ല, വീട്ടിലും കിട്ടുന്നതാണ്. റേഷനരി കിട്ടുമ്പോൾ അതിൽ കുറച്ച് പുഴുക്കളും കുറച്ചൊന്ന് കേടായിരിക്കും ചില സമയത്ത് കിട്ടും, എപ്പോഴുമല്ല ചില സമയത്ത് കിട്ടുന്നു. ആ കിട്ടുന്ന പുഴുക്കളെ പറക്കി എറിയാറുണ്ട് അമ്മമാർ. എറിഞ്ഞ് കളഞ്ഞിട്ട് അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞിട്ടാണ് ഈ സഹോദരിമാരും അമ്മമാരും ഒക്കെ അംഗൻവാടി നടത്തുന്നത്. അത് കുട്ടികൾക്ക് നന്നായിട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ എടുത്ത് കളയുന്നത് പോലെ പുഴുക്കളെപ്പോലെ നിങ്ങൾ 40-30 വർഷം ജോലി ചെയ്ത സഹോദരങ്ങളെ, സഹോദരികളെന്ന് പറയാനാവില്ല, സഹോദരിമാരെ, അമ്മമാരെ നിങ്ങൾ എടുത്തെറിയുകയാണ് ഈ ഭരണകൂടം, ഈ സിസ്റ്റം. അതുകൊണ്ട് റീൽസൊക്കെ നിർത്തി റിയൽ ലൈഫിലേക്ക് വരിക. നിങ്ങൾ ബിരിയാണി എന്നൊക്കെ കുട്ടികൾ പറയും. നാളെ അവർ മൊബൈൽ ഫോൺ വേണമെന്ന് പറയും, നാളെ അവർക്ക് എല്ലാം വേണമെന്ന് പറയും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അത് ആണ്ടിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഓണത്തിനോ ക്രിസ്മസിനോ ബക്രീഡിനോ ഒക്കെ വെച്ച് കൊടുക്കുക, അതവർ കഴിച്ചോട്ടെ. പക്ഷേ കൃത്യമായി അവർക്ക് ഒരു ഫുഡ് പ്ലേറ്റാണ് കൊടുക്കേണ്ടത്. അതിനകത്ത് നമ്മുടെ ഡോക്ടർമാർ പറയുന്ന മെനു ആണ് വയ്ക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം, അങ്കണവാടികളിലെ ആളുകളുടെ കണ്ണുനീർ, അത് വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും കണ്ണുനീരിലാണ് നിങ്ങളുടെ ബിരിയാണിയും റീൽസുമെന്ന് പ്രിയപ്പെട്ട വീണ ജോർജ് തിരിച്ചറിയുക. ഒന്ന് റീവിസിറ്റ് ചെയ്യുക അങ്കണവാടികളെ. അവർ ഈ രാജ്യത്തെ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ വാർത്തെടുക്കുന്ന ശില്പികൾ കൂടിയാണ്.